വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവത്തിന് നന്ദോട്ടിനിട്ടുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതിന്റെ തന്നെ ഷർട്ട് ചേട്ടന് ഇവക്ക് ഇത് ഉണ്ടായിരുന്നു അല്ലേ നന്ദു? അപ്പൊ അതെ, കയ്യിലി ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മ നമുക്കവിടെ ഇങ്ങനെ നോക്കുന്നു, എന്തുവാടെ ഇവള് കാണിക്കുന്നത്. അതെ കഥ. അപ്പൊ അയ്യോ എന്റെ ഫോൺ കാറ്റ് വന്നു കേട്ടോ, ജെന്നെ അടയ്ക്കാൻ പോയതാ. അപ്പം നമ്മൾ ഷോർട്സ് വീഡിയോയിൽ പോയി കാവടി ഉണ്ടാക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ അടിച്ചത് നിങ്ങൾ കണ്ടായിരിക്കും. അപ്പം കാവടി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ കൈകൊട്ടി കളി കളിക്കുന്ന പിള്ളേരോടൊക്കെ ഇച്ചിരി വരാൻ പറഞ്ഞിട്ടുണ്ട് സഹായിക്കാൻ വേണ്ടി. ആരെങ്കിലും ഒക്കെ ഇപ്പൊ നേരുമായിരിക്കും. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ കാവടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ് കേട്ടോ. എല്ലാം തരാൻ നന്ദൂട്ട, നീ ആദ്യം ഒന്ന് അടങ്ങിയിരിക്കുവോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പ്ലീസ്. കുറച്ചു നേരത്തേക്ക് എന്നെ ശല്യം ചെയ്യാതിരിക്കും പ്ലീസ്. അമ്മ ഒരു പണി ചെയ്യുവാടെ പ്ലീസ്, എന്നെ കൊല്ലാതടേ. നീ ഇരിക്കുന്നു, നീ കൂളിംഗ് ഗ്ലാസ് ഇട്ടോണ്ട് എങ്ങോട്ട് പോവുക? നീ കൂളിംഗ് ഗ്ലാസ് ഇട്ടോണ്ട് എങ്ങോട്ട് പോവുക? പിന്നെ നിന്റെ പ്രശ്നം, നീ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് നമ്മളെ? നമ്മളിവിടെ PVC പൈപ്പാണ് കേട്ടോ മറ്റേ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആ ചെറിയ പീസ് എടുത്തു. ഇങ്ങനെ ഇതുപോലെ ബെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ തുണ്ട് പീസുകളില്ലേ, അത് വേറെ ഉള്ളവർക്കും വെച്ചും കൊടുക്കാറുണ്ട്. നമ്മൾ ഈ സാധനം വാങ്ങാൻ പോയിട്ട് ചെറുതായിട്ടൊരു തേപ്പൊക്കെ കിട്ടിയായിരുന്നു അല്ലേ സ്വാതി? ചെറിയ തേപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നീ എന്തിനായി വെയിലത്ത് കൊണ്ടിട്ട് തന്നെ? ഇതാണ് പ്രശ്നം. നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോയാൽ കൊണ്ടുപോയില്ലെന്ന് വഴക്ക് ബഹളം അടി. ഇതാണ് നമ്മുടെ എന്തപ്പൻ. 40 രൂപ ടാപ്പ് മിക്കവാറും ഒരാൾക്ക് തന്നെ 40 രൂപ ചിലവാവോ? വേണ്ട മക്കളെ. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ പൈപ്പിൽ ടാപ്പ് ചുറ്റി അങ്ങനെ 12 എണ്ണം ചുറ്റണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു ഈസി പരിപാടിയല്ല കേട്ടോ, നല്ലോണം പണിയെടുക്കണമെന്ന് മനസ്സിലായി ഉണ്ടാക്കി വന്നപ്പോൾ. അങ്ങനെ ഗായ്സ് 2 എണ്ണം ഉണ്ടാക്കി കേട്ടോ. ബാക്കി ഇനിയും പണിയുണ്ട്. സംഭവം നമ്മൾ വിചാരിച്ചാലല്ല, നല്ല മെനക്കേടാണ്. 2-3 സാധനം കൂടി എക്സ്ട്രാ അതിനകത്ത് വാങ്ങാണ്ട് ഇനി നാളെ രാവിലെ എന്തായാലും ഒന്ന് ക്ഷീണിച്ചു. ഇനി നാളെ ബാക്കി പരിപാടി പിറ്റേ ദിവസം രാവിലെ തുടങ്ങും കേട്ടോ. ഇത്രയും 2 എണ്ണം സെറ്റ് ചെയ്ത് വെച്ചു, ഇനിയും പണിയുണ്ട്. അപ്പം തുടങ്ങാം. 2 ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത്രയും ഉണ്ടാക്കി, ഇനി അടുത്ത് ഉണ്ടാക്കണം. രാവിലെ അടുത്ത വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇത്രയും ഉണ്ടാക്കി കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു വലിയൊരു ഷീറ്റിലാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും ഇത്ര ഞാൻ ഇതുവരെ എങ്ങനെയാണ് ചെയ്തതെന്ന് പോലും ഞാൻ കാണിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെയും ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ഇടുന്നത്. അപ്പം ഇങ്ങനൊരു വലിയൊരു ഷീറ്റ് നമുക്ക് ബുക്ക് സ്റ്റോളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഒരു ഷീറ്റ് മേടിച്ചിട്ട് നമ്മളിതാ രണ്ടായിട്ട് ഇങ്ങനെ ഇതിനെ മുറിച്ചെടുക്കണം കേട്ടോ. സംഭവം പാടാണോ എന്ന് ചോദിച്ചാൽ പാടാണ്, ഈസിയാണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ് കേട്ടോ. പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഈ കാവടി ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. കാര്യം 12 കാവടി ചെയ്യണം, അതിനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഈസിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ 2 പീസാക്കണം. ഇതിൽ നമുക്ക് 2 കാവടി ഉണ്ടാക്കാൻ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് വീണ്ടും മടക്കി കൊടുക്കാം. ഇതൊരു കാവടിക്കുള്ളതാണ്, ഇത് അടുത്ത കാവടിക്കുള്ളതാണ്. ഇപ്പം ഞാൻ എന്താ 8 എണ്ണം ഉണ്ടാക്കി. 8 കാവടിയുടെ ഇതുണ്ടാക്കി ഇതാ വച്ചിട്ടുണ്ട്. ഇനി 4 എണ്ണം കൂടിയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. മൊത്തം നമുക്ക് 12 എണ്ണമാണ്. ഇനി 4 കാവടി കൂടെ ഉണ്ടാക്കണം. എന്തുവാ കണ്ടുമോൾ ഉടുപ്പെടുത്തിട്ടെ.
ഹൈവേ തന്നെ. സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ ചോദിച്ചപ്പം 100 രൂപ വാടക ചോദിച്ചു കേട്ടോ. പിന്നെ റെൻറ്റ് ചോദിച്ചായിരുന്നു കാവടിക്ക്. അതുമല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയ്ക്ക് പോയി വരുമ്പോൾ തന്നെ ആവും അത് നല്ലൊരു എമൗണ്ട് ആവും. മറ്റേതാകുമ്പോൾ ഇത് ഞങ്ങൾ ഒരാളുടെ നിന്ന് 100 രൂപ വെച്ച് പിരിച്ചിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എത്ര അമ്പലങ്ങളിൽ വേണമെങ്കിൽ കളിക്കുകയും ചെയ്യാം. വാടകയും ഇല്ല, ആട്ടോ കൂലിയും ഇല്ല. അവനവൻ ഉണ്ടാക്കുന്ന കാവടി അവരവർ തന്നെ വീട്ടിൽ കൊണ്ടുപോവുക, വീട്ടിൽ സൂക്ഷിക്കട്ടെ. അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അമ്മേടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടോ 4 ദിവസവും 3 ദിവസമായി. അത് കഴിഞ്ഞിട്ട് കഴിച്ചതപ്പം നമ്മളിപ്പം ഇനി 4 എണ്ണത്തിൻ്റെ ഷീറ്റ് കൂടെ ഉണ്ടാക്കണേ. ഇതിപ്പോൾ 2 പീസാണ്. 2 പീസിൽ ഫസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് മൊത്തം ഇങ്ങനെ പശ തേച്ച് കൊടുക്കാം. വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പശ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം വെച്ച് ഇങ്ങനെ മൂടി വെക്കാം. ഇങ്ങനെ ഇതേപോലെ എല്ലാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഇനി 4 കാവടിയുടെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. 4 കാവടിയുടെ 2 പീസ് വെച്ച് ഇതാ ഒട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡൻ പേപ്പർ എടുത്തിട്ട് പിന്നെ അതിലിങ്ങനെ പശ വെച്ച് കൊടുക്കാം. പറഞ്ഞു നന്ദൂട്ടാ, കേക്ക് തീർന്നല്ലോ. കറുത്തുമോളാണ് കേട്ടോ നമുക്കിപ്പം വീഡിയോ എടുക്കുന്നത്. കറുത്ത് രാവിലെ പ്രാക്ടീസിന് വന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത് എല്ലാവരും വരും പ്രാക്ടീസിനായിട്ട്. ഇങ്ങനെയാണ്. തീർന്നടാ. ഇനിയിപ്പം വരുന്നുണ്ട്, അമ്മ വിളിച്ച് പറയാം. അടുത്തെന്താ ഇങ്ങനെ നമുക്ക് അടുത്ത പീസ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. 4 ദിവസമായി. അപ്പം ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ, ഈ ഒരു പോർഷൻ ഇത് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ആ ഒരു ഗ്യാപ്പിലും കൂടെ വച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. പേപ്പർ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡ് കൂടെ ഒട്ടിക്കായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ വൃത്തി ഉണ്ടായിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് വളഞ്ഞു പോകുന്ന സാധനമാണ്, അടിയിൽ വരാത്തതാണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല. നമുക്ക് സമയമാണ് മെയിൻ, സമയം ഒട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് കാവടി സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ 2 സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. ബാക്കി ബാലൻസ് ഇങ്ങനെ വരുന്ന പേപ്പർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഡ് കളർ, അത് കഴിഞ്ഞ് നമ്മുടെ റെഡ് കളർ നമ്മുടെ ഈ ടേപ്പ് വെച്ചിട്ടുണ്ട്. ടേപ്പിന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ടാപ്പ് എന്ത് ചെയ്യും?
ചുറ്റും ബോർഡറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോ മിനിക്കിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. മിനിക്കൊന്നും വരുന്നില്ല, തറ മൊത്തം മിനിക്ക്. ഇത്രയേ ഉള്ളൂ പരിപാടി. പക്ഷേ വേറൊരു രീതിക്കും കൂടി ചെയ്യാൻ കേട്ടോ. ഇവിടെ വീണ്ടും അഡീഷണൽ ഒരു ചാർട്ട് കൂടെ വെച്ച് ഇവിടെ ഇങ്ങനെ കട്ടിക്ക് വെച്ചാൽ കട്ടിക്ക് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പൈപ്പ് കീറി 2 സൈഡ് വെച്ചിട്ട് അതിനകത്ത് മൈപ്പിയിലേക്ക് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് സമയവും സാധനങ്ങളും ഒക്കെ കുറവായതുകൊണ്ട് നമ്മളിങ്ങനത്തെ കാവടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി 2 എണ്ണം കൂടെ ചെയ്യണം. ഇതിനകത്ത് തന്നെ കാവടിക്ക് നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വളയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കൊള്ളാമല്ലേ? സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഞാൻ പറയുക കൊള്ളാം. ചാർജിന് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാവടിയുടെ സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ച് കേട്ടോ. അതെന്തോ അത് ഇനി അടുത്ത് കുറച്ച് നേരം റെസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി. ഇവിടെ പിന്നെ കാവടിയുടെ സാധനങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കമ്പ് പൈപ്പാണ് കേട്ടോ നമുക്കിനി വേണ്ടേ. പൈപ്പ് കൊണ്ടുവന്നവരുടെ കാവടി ഉണ്ടാക്കി കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നിലവിൽ ഇപ്പോൾ എത്ര പോയിക്കൊണ്ടിരിക്കുന്നു? ഒരു 7 പേരുടെ ആയി. ബാക്കി ആൾക്കാരുടെ കൂടെ വേണം. അപ്പോൾ പൈപ്പ് പെട്ടെന്ന് എത്തിക്കണേ. ഓർഡർ അനുസരിച്ച് തന്നു വിടാമേ. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് പ്രാക്ടീസിന് എന്നാണോ കാവടി വെച്ച് പ്രാക്ടീസ് അന്ന് കൊണ്ടുവന്നാൽ മതി. അല്ലാതെ എനിക്കിവിടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം അറിയാലോ, നന്ദൂട്ടൻ്റെ കാര്യം അറിയാലോ, ഭയങ്കര വികൃതിയാണ്. ഒരു സൈഡിൽ നിന്ന് ഇതാ കാവടികൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇത് ഒരു കാവടി ഉണ്ടാക്കി നമ്മുടെ കാവടി വരുന്ന കേട്ടോ. ഡാൻസിന് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ചാടി ഇങ്ങനെ കളിക്കുന്ന സെറ്റപ്പാണ്. ഇനി ഓക്കെയാണ്, പക്കയാണ് സാധനം. ഇവിടെ കണ്ടോ കുറേ കളിപ്പാട്ടും നിരക്കി ഇവിടെ കുക്കിംഗ് ആണ് കേട്ടോ. കാവടികളുടെ ഉടമകളെ നമ്മൾ ഏൽപ്പിക്കും. അങ്ങനെ എല്ലാവരെയും കൊടുത്തു കേട്ടോ. നമ്മൾ അടുത്തുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് കാവടി കൊടുത്ത് നിങ്ങൾ കാവടിയും കൊണ്ട് സ്ഥലം വിട്ടു. ഇനി കാർത്തൂനെ വിളിക്കട്ടെ, അവിടെ കാവടി കൊടുക്കാം. ഗൈസ്, നമ്മൾ ദിവസങ്ങളെടുത്ത് നമ്മുടെ കാവടി പരിപാടി ഇതാ ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവർക്കും നമ്മുടെ കാവടികൾ കൊടുക്കുവാണ്. ഇതൊക്കെ നമ്മുടെ ഉത്സവത്തിൻ്റെ കോസ്റ്റ്യൂം. അപ്പം അതെ, കാവടി പരിപാടി എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും കാവടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.